പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സംരക്ഷണമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്, നമുക്ക് ശക്തി നൽകുന്നത്. ജീവിതത്തിൽ ഉടനീളം നമ്മളെ നയിക്കുന്നതും ഈ പ്രത്യാശയായിരിക്കണം. രാവിലെ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കാൻ, അവിടുത്തെ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന രീതിയിലുള്ള ചെറിയ ഒരു ധ്യാനമാണ് ചിറകിൻ കീഴിൽ എന്ന പേരിൽ നമ്മൾ ഒരു പരമ്പരയായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ധ്യാനം നമ്മൾ സങ്കീർത്തനം 91 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ സങ്കീർത്തന ഭാഗം വായിക്കട്ടെ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ ഇന്നും കാണാറുള്ളൊരു ദൃശ്യമാണ് തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിക്കിച്ചികഞ്ഞ് ഇര തേടി കൊടുക്കുന്ന തള്ള. കുഞ്ഞുങ്ങളുടെ കാലിന് ബലമായിട്ടില്ല, നഖത്തിന് മൂർച്ചയുമില്ല. അതുകൊണ്ട് തള്ളയെ ആശ്രയിച്ചാണ് കുഞ്ഞുങ്ങൾ തീറ്റ കഴിക്കുന്നത്. തീറ്റ തിന്നുന്നതിനിടയിൽ ആകാശത്തെവിടെയെങ്കിലും പരുന്തോ പ്രാപ്പിടിയനോ പ്രത്യക്ഷപ്പെട്ടാൽ തള്ളക്കോഴി പ്രത്യേകമായൊരു ശബ്ദം പുറപ്പെടുവിക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ അപകട സൂചനയാണെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. തീറ്റ നിർത്തി കുഞ്ഞുങ്ങളെല്ലാം തള്ളയ്ക്ക് ചുറ്റും ഓടിക്കൂടും. ചുറ്റിലും ഓടിക്കൂടുന്ന കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറക് വിരിച്ച് തള്ളപ്പക്ഷിയിരിക്കും. ആ ചിറകിൻ്റെ അടിയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെയും പുറത്തുനിന്ന് കാണാനാവില്ല. അവിടെ അവർ സുരക്ഷിതരാണ്. തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രാപ്പിടിയനോ പരുന്തിനോ പിടിക്കാനാവില്ല. അതിനു മുമ്പേ തള്ളയെ കൊല്ലണം. അതിനുമാത്രമുള്ള ബലവും ഈ പ്രാപ്പിടിയന്മാർക്കുണ്ടാവില്ല. അതുകൊണ്ട് തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ്. അവർക്കവിടെ ഭയമില്ല. അതാണ് അഭയം. ഈ ഒരു ചിത്രമാണ് ദൈവത്തെക്കുറിച്ച് പറയാനായിട്ട് ബൈബിളിൽ അനേകം തവണ ഉപയോഗിക്കുന്നത്. ദൈവം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ്. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലായിരിക്കുമ്പോൾ ആർക്കും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഒരപകടവും അവർക്ക് സംഭവിക്കുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നിർഭയരായിരിക്കും. അവർക്ക് അഭയം ലഭിക്കും. തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിൽ നിൽക്കാതെ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അപകടത്തിലാവും. തള്ളയുടെ ശബ്ദം വകവയ്ക്കാതെ തന്നിഷ്ടത്തിന് മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പരുന്തു പിടിച്ചു എന്ന് വരും. അതുകൊണ്ട് സംരക്ഷണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായും ചിറകിൻ കീഴിൽ അഭയം തേടിയിരിക്കണം. കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ അഭയം തേടാൻ 2 കാര്യങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ വിശ്വസിക്കണം. ദൈവം എൻ്റെ സംരക്ഷകനാണെന്ന്, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് അഭയം നൽകുന്ന എൻ്റെ പിതാവാണെന്ന്, അവിടെ ചിറകുകൾ എനിക്ക് മുകളിൽ സംരക്ഷണത്തിനായി വിരിച്ചു നിൽക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കണം. 2, ഞാൻ ആ ചിറകിന് കീഴിൽ അഭയം തേടാനായിട്ട് ശ്രമിക്കണം. അവിടുത്തെ ശബ്ദത്തിന് ഞാൻ കാതോർക്കണം. അവിടുത്തെ വചനം ഞാൻ ശ്രവിക്കണം. തന്നിഷ്ടത്തിന് പോയാൽ അപകടത്തിൽപ്പെട്ടു പോകും. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കും. തള്ളക്കോഴിയുടെ ചിറകിന് കീഴിലിരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന നമ്മൾക്ക് സുരക്ഷിതത്വമുണ്ട്. നമുക്കൊരു ആപത്തും സംഭവിക്കുകയില്ല. ഈ സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും ഉണ്ടായിരിക്കും. അതിന് കർത്താവിന് വചനം ശ്രവിക്കാനും അവിടുത്തെ കരങ്ങളിൽ സ്വയം വിട്ടുകൊടുക്കാനും കർത്താവ് തന്നെ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.